Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ റീസ്റ്റാർട്ടിംഗ് ആവശ്യകതയെക്കുറിച്ചാണ്. അതായത് നമ്മൾ മാനുവലായിട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ്. മാനുവലി റീസ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഫോണിൻ്റെ പവർ ബട്ടൺ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് ഫോൺ ഓഫാക്കി ഓണാക്കി എടുക്കുന്ന പ്രക്രിയയാണ് മാനുവലി റീസ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഫോൺ മാനുവലായിട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ്. അത് പല ഫോണുകളുടെയും പ്രത്യേകത അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻസുകൾ യൂസ് ചെയ്യാറുണ്ട്, ഗെയിമുകൾ കളിക്കാറുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ ഫോണിലെ റാമിൽ വന്നിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ എണ്ണം കൂടുന്നതും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല ഹൈ എൻഡായിട്ട് ഗെയിം കളിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ഫോണിൽ ചെയ്യുന്ന സമയത്തോ അതെല്ലാം റാമിൽ വന്നിട്ട് റാം വളരെ പെട്ടെന്ന് ഫുള്ളാവാനുള്ള ചാൻസ് ഉണ്ട്. റാം ഫുള്ളാവും തോറും നമ്മുടെ ഫോണിൻ്റെ പ്രോസസ്സറിന് കൂടുതൽ ലോഡ് കൊടുക്കുകയും പിന്നീട് നമ്മൾ കറൻ്റ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആയിരുന്ന ഗെയിം ആയിരുന്നാലും ശരി, അത് വർക്ക് ചെയ്യേണ്ട ഒരു സ്പേസ് നമ്മുടെ ഫോണിൽ റാമിന് ഇല്ലാതെ വരികയും നമ്മുടെ ഫോണ് ഹാങ്ങിങ്, ലാഗിങ്, ഹീറ്റിങ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രാന്താവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ഫോണിൽ സംഭവിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫോണിൻ്റെ റാം ക്ലീൻ ആവുകയും ഫോണിന് നമുക്ക് വീണ്ടും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള റാമിൻ്റെ സ്പേസ് വളരെ പെട്ടെന്ന് കിട്ടുകയും ഫോണിൻ്റെ പ്രോസസ്സറിൻ്റെ ലോഡ് കുറയുകയും നമ്മുടെ ഫോൺ നല്ല സ്പീഡായിട്ടും നല്ല രീതി പഴയ സ്പീഡായിട്ടും പെർഫോമൻസിലും നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാങ്ങിങ്ങോ ലാഗിങ്ങോ ഹീറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെങ്കിൽ അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. ഫോണിന് വളരെ നല്ലത് തന്നെയാണ്. അല്ല, നിങ്ങളുടെ ഫോൺ യാതൊരു പ്രോബ്ലംസും ഇല്ല എങ്കിലും നമ്മുടെ ഫോണിൽ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെയൊക്കെ ബെറ്റർ അല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം. എപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണം? നിങ്ങളുടെ ഫോണിൻ്റെ റാം വളരെ കുറവുള്ള ഒരു ഫോണാണ് എങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ പ്രോസസ്സറിന് വളരെ വലിയൊരു പ്രോസസ്സിംഗ് സ്പീഡുള്ള പ്രോസസ്സർ അല്ല, വളരെ ഒരു ആവറേജ് പ്രോസസ്സറാണ് എങ്കിലോ നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്നത് എങ്കിലോ ഡെയിലി റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒപ്പീനിയൻ വളരെ നല്ലത്. ഏതെങ്കിലും ഒരു സമയത്ത് വെച്ച് നിങ്ങളുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് സ്പീഡും ഗ്രാജുവലായിട്ട് തന്നെ നിലനിർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇടയ്ക്കെങ്കിലും നമ്മുടെ ഫോണിന് ഒരു റെസ്റ്റ് കൊടുക്കുക, ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ റെസ്റ്റ് കൊടുക്കുക. അത് നമ്മുടെ ഫോണിനെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. അത് ചെയ്യുക. ഡെയിലി നിങ്ങൾ അതങ്ങ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ റാമും പ്രോസസ്സറൊക്കെ വളരെ കുറവാണെങ്കിൽ ഡെയിലി ചെയ്യുക. അല്ല, നിങ്ങളുടെ ഫോണിൻ്റെ റാം നല്ലൊരു റാം കൂടിയ ഒരു ഫോണാണ്, അല്ലെങ്കിൽ നല്ലൊരു പ്രോസസ്സർ സ്പീഡ് നല്ലൊരു പ്രോസസ്സറാണ് നിങ്ങളുടെ ഫോണിലുള്ളത് എങ്കിൽ ആഴ്ചയിലൊരിക്കൽ ചെയ്യുന്നത് ബെറ്ററാണ്. ആഴ്ചയിലൊരിക്കലെങ്കിൽ നമ്മുടെ ഫോണിന് റെസ്റ്റ് കൊടുക്കുക, ബെറ്ററാണ്. ഓക്കെ, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അങ്ങനെ ചെയ്യുക, വളരെ നല്ലതായിരിക്കും. ഫോൺ പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റും വരികയില്ല. ഫോണിൻ്റെ പെർഫോമൻസ് സ്പീഡൊക്കെ ഗ്രാജുവലായിട്ട് നിലനിർത്താനും ഇത് സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഫോൺ എങ്ങനെ നമ്മുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ, അതായത് ചില ഫോണുകളിലൊക്കെ ഷെഡ്യൂൾ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഫോണുകൾ കാണും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഷെഡ്യൂൾ ചെയ്യാനും സാധിക്കും. അല്ല, ഫോണിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷനിലോ, അല്ലെങ്കിൽ ഡിവൈസ് മെയിൻ്റനൻസ്, അല്ലെങ്കിൽ ഡിവൈസ് കെയർ എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ അവിടെ കാണാൻ സാധിക്കും. അതിലേതെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അതായത് ഷെഡ്യൂൾ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ചില ഫോണുകളിൽ ഡെയിലി സെറ്റ് ചെയ്യേണ്ട, കാരണം ചില ഫോണുകൾ ആഴ്ചയിലൊരിക്കുക അവിടെ ടൈമും ഡേറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ടൈമും വരുന്ന സമയത്ത് ഏതാഴ്ച മൺഡേ, തിങ്കളാഴ്ച, ചൊവ്വ, ബുധനോ ആ ഒരു ഡേറ്റ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആഴ്ചയിലൊരിക്കൽ ചെയ്യും. ഡെയിലി ആണെങ്കിൽ ഡെയിലി അങ്ങനെ ചെയ്യും. അത് സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിലുണ്ടാവും. നിങ്ങളുടെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിവൈസ് മെയിൻ്റനൻസിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെറ്റിങ്സ് എടുത്തതിന് ശേഷം ആ ഒരു സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ റീസ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഷെഡ്യൂൾ റീസ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. കമ്പനിക്ക് തന്നെ അറിയാം, വല്ലപ്പോഴൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകൾക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഫോണിൽ റീസ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണ്, ഇതിനു മുമ്പ് നമ്മൾ എപ്പോഴാണ് റീസ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ മറന്നുപോയി, എപ്പോഴാണ് റീസ്റ്റാർട്ട് ചെയ്തത് മറന്നുപോയി. അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തരാനും ഫോണിൽ ആ സെറ്റിങ്സിലുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ എബോട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. എബോട്ട് ഫോണിൽ പോവുക, എബോട്ട് ഫോണെന്നോ എബോട്ട് ഡിവൈസ് എന്നോ പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അവിടെ നിങ്ങൾ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അപ്പ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് മണിക്കൂർ, മിനിറ്റൊക്കെ കാണാൻ സാധിക്കും. ഇത്ര മണിക്കൂറാണ് നിങ്ങൾക്ക് അവിടെ കാണുന്നത്. അത്ര മണിക്കൂർ മുമ്പാണ് നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്തത്. ഫോണൊന്ന് ഓഫായിട്ട് ഫോണിനൊന്ന് ഒരു റെസ്റ്റ് കിട്ടിയത് ആ ഒരു സമയത്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യകത വളരെ കൂടിയ മണിക്കൂറിലാണ് കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും റീസ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്.
ഇനി നമ്മുടെ ഫോൺ എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാം? എല്ലാവരും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫോൺ പവർ ബട്ടൺ ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് മിക്കവരും ചെയ്യുന്നത്. പക്ഷേ അത് അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ പോലും കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിൽ ചെയ്യുക എന്ന് പറയുന്നത്, കുറച്ചും കൂടി നമ്മുടെ ഫോണിന് നല്ലത് എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോങ് പ്രസ് ചെയ്ത ശേഷം റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷന് കൊടുക്കാതെ പവർ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഫോൺ പവർ ഓഫ് ചെയ്യുക, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും ഫോണിന് സൈലൻ്റ് ആയിട്ട് വയ്ക്കുക. ഫോണിന് ഒരു റെസ്റ്റ് കൊടുക്കുക, 5 മിനിറ്റ് ഫോണിന് റെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഫോൺ ഓണാക്കുന്നതാണ്, മാനുവലായിട്ട് തന്നെ ഫോൺ ഓണാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നത്. ഓക്കെ, ഷെഡ്യൂൾ വഴി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അരമണിക്കൂർ ഓട്ടോമാറ്റിക്കായിട്ട് അത് സൈലൻ്റ് ആയിട്ട് ഇരുന്നോളും. അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും, അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. മാനുവലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ 5 മിനിറ്റെങ്കിലും ഫോൺ സൈലൻ്റ് ആക്കി വയ്ക്കുക, ഓഫ് ചെയ്ത് വയ്ക്കുക, അത് ബെറ്റർ ആയിരിക്കും.